ഹലോ ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ഫോട്ടോ വെച്ച് വന്നപ്പോഴേക്കും ഞാനൊരു ഐസ്ക്രീം മേടിച്ചു ഗൈസ്. നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ആയിരുന്നു. അപ്പോഴേക്കും എൻ്റെ മോന്തത് കണ്ട ഗൈസ്, എൻ്റെ അനിയൻ്റെ ഐസ്ക്രീം ഒന്ന് പകുതി താഴ്ത്താട്ട് പോയതാണ്. പപ്പ അത് കറക്റ്റ് സമയത്ത് വീഡിയോ എടുത്ത് കാരണം കൊള്ളാം, അതായത് വീഡിയോ ഇടാൻ പറ്റി. അങ്ങനെ അതെങ്ങനെയോ മനസ്സിലാക്കി അവനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും കരുന്നേനെ. പിന്നെ അത് മനസ്സിലാക്കി അവനത് തിന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നല്ല ആയിരുന്നു ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെയാണ് ഗൈസ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഞാനൊരു ഐസ്ക്രീം എൻ്റെ അമ്മക്ക് കൊടുത്തപ്പോഴേക്കും ഒരു വലിയ കടിയങ്ങാട്ട് കടിച്ച്. പതിയെ കടിക്കണ പോലെ തോന്നും, അത് വലിയ കടിയായിരുന്നു. അതിൻ്റെ ഐസ്ക്രീമിൻ്റെ പകുതി തീർന്നു പോയി ഗൈസ്. രണ്ടാമത്തെ കടി കടിക്കാൻ പോകണം ഗൈസ്. രണ്ടാമത്തെ കടിയും കടിച്ച്. അപ്പോഴേക്കും തന്നെ എൻ്റെ മോന്ത മാറി. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ക്യാമറയിലാട്ട് വന്നത്. ഇത് ഗൈസ്, എൻ്റെ മോന്ത മാറി തരാൻ പറഞ്ഞിട്ടും തന്നില്ല. എന്നിട്ടും വീണ്ടും വീണ്ടും കടിച്ചിട്ടിരിക്കും. പിന്നെ പപ്പക്ക് കൊടുത്തപ്പോൾ പപ്പയും പിന്നെ ഒരു വലിയ കട ഷിപ്പ് അങ്ങോട്ട് പോകണമായിരുന്നു ഗൈസ്. പിന്നെ നല്ല ആയിരുന്നില്ലേ, വലിയ കട ഷിപ്പ് അങ്ങോട്ട് പോയപ്പോൾ നിറച്ച് പായലായിരുന്നു. പിന്നെ അവിടെ ഉള്ള എല്ലാവരും ആ ഷിപ്പ് ആയിട്ടായി നോട്ടം. പിന്നെ നമ്മൾ മാത്രം നോക്കാണ്ടിരിക്കണ ഒരു തെറ്റല്ലേ. അപ്പോൾ നമ്മളും നോക്കിയിട്ടുണ്ട് ഗൈസ്, എല്ലാവരും നോട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് എൻ്റെ അമ്മയും നോക്കുന്നുണ്ടായിരുന്നു. ആരും അറിയാണ്ട് ക്യൂട്ട്നെസ് ഇട്ട് നോക്കുന്ന കണ്ടില്ലേ, നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഷിപ്പായിട്ട് ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ ഷിപ്പും പോയി കഴിഞ്ഞപ്പോഴേ പിന്നെ ഞങ്ങൾ ഫോട്ടോച്ചിൽ തന്നെ വലിയ കട ടാങ്ക് ഉണ്ട് ഗൈസ്. പിന്നെ ഈ ഫോട്ടോച്ച് തന്നെ നല്ല പായലായിരുന്നു കേട്ടോ, കടലൊക്കെ ഫുള്ള് പായലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി മാസിട്ട് കടന്നു പോകണമായിരുന്നു. മാസിട്ട് കടന്നു പോയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കോമഡി ആയിരുന്നു. ഇത് എന്താണ്ട് നല്ല കോമഡി സിനിമയിൽ നടക്കണ പോലെയാണ് എൻ്റെ അനിയൻ ഫ്രണ്ടിൽ നടന്നു പോണത്. ഞാൻ കണ്ട മാസാണ്. ഇപ്പം ഞാൻ കണ്ടില്ലേ എൻ്റെ ക്യാമറ എൻ്റെ ഫ്രണ്ടിലായിട്ട് തിരിഞ്ഞിരിക്കണത്. എൻ്റെ പപ്പയാണെങ്കിൽ ക്യാമറ സൈഡിലായിട്ട് പിടിച്ചിരിക്കണമായിരുന്നു. അത് ഞാൻ കണ്ട്. പിന്നെ ഇത് കുറേ നേരം ഗൈസ് പിന്നെ ക്യാമറ എന്നിട്ട് തന്നെ നിൽക്കണത്. പിന്നെ ഞാൻ അവനായിട്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവനെയും കാണിച്ച്. അവനാണെങ്കിൽ മാസിട്ട് നടന്നു പോകണതാണ്. ഏതാണ്ട് ദുൽഖർ സൽമാൻ നടന്നു പോകണ പോലെ കാണിക്കണത്. കണ്ടില്ലേ, ബനിയാനും പിടിച്ച് തല തിരിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇത്തിരി മാസമായിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ വണ്ടിയിലാട്ട് കയറിയിരിക്കണം, ഞാനാ വണ്ടി ഓടിക്കണമെന്ന് പോലെ ഞാനും വണ്ടിയിലാട്ട് കയറിയിരുന്നു ഗൈസ്. പിന്നെ പപ്പ പിടിച്ച് മാറ്റിയപ്പോഴേക്കും ഞാൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോഴേക്കും എന്നെ എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും പപ്പേനെ ഇവനെയും മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.